ഇറാനും അമേരിക്കയും തമ്മിലുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ 2 ദിവസം കൊണ്ട് തീരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പലവട്ടം വെടിവെച്ചെങ്കിലും അത് പോട്ടെ. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് യുദ്ധം മുന്നോട്ട്, ഏത് രീതിയിലോട്ട് പോകും? കാരണം US മാക്സിമം ലെവലിൽ ഒരു സീസ് ഫയർ ഒരു വാർ എക്സിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതായത് അധികം കേടുപാടുകളില്ലാത്ത, ട്രംപിന്റെ മുഖം കോടാത്ത രീതിയിൽ ഒരു വാർ എക്സിറ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ആണെങ്കിൽ ഒരു രീതിക്ക് അടുക്കുന്നില്ല, നമുക്കറിയാം. ഇനിയുള്ളത് ആകെ 2 ദിവസം കൂടാണ് ഈ 60 ഡേയ്സിലുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഒരു കരാർ ഉണ്ടാകും എന്ന് ആർക്കും ഒരു പ്രതീക്ഷയില്ല. കരാർ വരാനുള്ള ചാൻസസ് വളരെ 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 0% ഇപ്പം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പെഷഷ്കിയാനും അതുപോലെ തന്നെ മുസ്തഫ കാമിനിയും കൂടെ സംസാരിക്കുന്ന, അല്ല, അവരുടെ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ജസ്റ്റ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. AI ആണെന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷേ AI അല്ല, അത് റിലീസ് ചെയ്യപ്പെട്ടതാണ്, ഈ യുദ്ധത്തിന്റെ ഡിസ്കഷനും കാര്യങ്ങളുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അത് വന്നിട്ടുള്ളത്. മുസ്തഫ കാമിനിയും മസൂദ് പെഷഷ്കിയാനും തമ്മിലുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയുടെ വീഡിയോ പ്രസിദ്ധീകരിക്കുകയും സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്വകാര്യ മീറ്റിംഗ് ആണെന്ന് അവകാശപ്പെട്ടിട്ട് ഈ ചിത്രം പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഈ മീറ്റിംഗിന്റെ സമയം, സ്ഥലം, ഉള്ളടക്കം എന്നീ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വിവരങ്ങളും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ ഒരു കുറേ ചാനലുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ. മെയിൻ സ്ട്രീം ചാനലുകളല്ല, അതല്ലാത്ത കുറേ പേജുകളിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാണ് കാണിച്ചത്. ഇനി യുദ്ധം ഏത് രീതിയിൽ മുന്നോട്ട് പോകും, ഈ 2 ഡേയ്സ് കഴിഞ്ഞാൽ യുദ്ധത്തിലോട്ട് പോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇനി ഇതേ സമയത്ത് തന്നെ ഇറാനിലെ ബോർഡുകളിലൊക്കെ, അതായത് ഫ്ലെക്സ്, ഈ നെയിം ബോർഡുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു പുതിയ ചിത്രം ഭയങ്കരമായിട്ട് അവിടെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ ചിത്രം ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ തംനെയിൽ കൊടുത്ത പോലെയാണത്. തംനെയിൽ അതായത് അമേരിക്കൻ പട്ടാളക്കാർ ഇറാൻ്റെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഈ തലയോട്ടികളായിട്ട് അല്ലെങ്കിൽ അസ്ഥിക്കൂടങ്ങളായിട്ട് പോയിട്ടുള്ള തരത്തിലുള്ള ഇമേജസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുള്ളത് വെടിനിർത്തൽ കാലാവധിക്ക് മുമ്പായിട്ടുള്ള ഇറാന്റെ മുന്നറിയിപ്പുകളായിട്ടാണ് ഇതിനാൾക്കാർ കണക്കാക്കുന്നത്. അതായത് US സൈനികന്റെ അസ്ഥിക്കൂടം ചിത്രീകരിച്ചിട്ടുള്ള ബോർഡ്. ഹോർമോസ് കടലിലെ കെട്ടുകൾ നിറഞ്ഞ തീരത്ത് US സൈനികരുടെ അസ്ഥിക്കൂടങ്ങൾ കിടക്കുന്നു. അതിനിടയിലൂടെ ഇറാന്റെ കപ്പൽ സഞ്ചരിക്കുന്നതുമായിട്ടുള്ള ബോർഡുകളാണ്. ഇറാന്റെ എണ്ണ നിറച്ചിട്ടുള്ള കപ്പലുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബോർഡുകളാണ് ടെഹ്റാനിലെ പല ഭാഗത്തും IRGC ഇപ്പം സ്ഥാപിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, മുൻപ് ഡൊണാൾഡ് ട്രംപിനെ ശവപ്പെട്ടിയിലാക്കിയ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിമകൾ തകർത്ത ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പാട്ടോ നമ്മൾ ഈ ഡൊണാൾഡ് ട്രംപിനെയും US സൈനികരെയൊക്കെ ഈ ശവപ്പെട്ടിയിലാക്കി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ഒരുപാട് കണ്ടു. അന്ന് പലരും കളിയാക്കി, ഇറാൻ ഇങ്ങനെ പോസ്റ്റ് വെച്ച് കളിച്ചോട്ടെ, അമേരിക്ക ഇസ്രായേലും കൂടെ ഒപ്പം ഇറാൻ അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റിന്റെ പകരം നിങ്ങൾ വേറെ എന്ത് വെക്കും, അവിടെയൊക്കെ കത്തിച്ചാമ്പലാകും എന്നൊക്കെ അന്ന് വന്ന എക്സ്പ്ലനേഷൻ. പക്ഷേ സത്യത്തിൽ എന്താ നടന്നിട്ടുള്ളത്? ഈ 5 മാസത്തോളം നീണ്ട യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഇറാന്റെ കുറച്ച് നേതാക്കളെ തീർത്ത് കളയാൻ പറ്റി എന്നല്ലാണ്ട് ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും നടത്താൻ സിമ്പിളായിട്ട് ഒരു കാര്യം പോലും നടത്താൻ അമേരിക്കയ്ക്ക് പറ്റിയിട്ടില്ല, ഇസ്രായേലിനും പറ്റിയിട്ടില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇത്രയും കാലത്തെ ഏറ്റവും വലിയ ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് പട്ടാളക്കാരെ കൊല്ലാനും, അല്ലെങ്കിൽ അമേരിക്കയുടെ കെട്ടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഈ USS എബ്രഹാം ഇങ്ങനെ പോലത്തെ കപ്പലുകൾ വെറും എന്താ പറയുക, പേടിച്ച് മാറി നിൽക്കേണ്ട പല സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് ആ വെച്ച ബോർഡ് അതേപോലെ തന്നെ ഇവർ പ്രാവർത്തികമാക്കി സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അവരെ കയ്യിലൊതുക്കി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത മുന്നറിയിപ്പ് ബോർഡുകൾ വന്നിട്ടുണ്ട്. ഈ മുന്നറിയിപ്പിൽ അമേരിക്കൻ പട്ടാളക്കാർ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ചത്തുമലച്ച് അസ്ഥിക്കൂടങ്ങളായിട്ട് കിടക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പം പ്രദർശന മുന്നറിയിപ്പായിട്ട് വെച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇറാൻ തകർത്തിട്ടുള്ള എന്താ പറയുക, വിമാനങ്ങളുടെയും അതല്ലെങ്കിൽ ഡ്രോണുകളുടെയും ഒക്കെ മറ്റൊരു പ്രദർശനം ഒരു അണ്ടർഗ്രൗണ്ടിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടുത്തെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് അവർക്ക് കാണിക്കാനുള്ള പ്ലാനുകളൊക്കെയാണ് ഇപ്പം ഇറാനുള്ളത്. ആ വീഡിയോ നിങ്ങൾ ഇന്നലെ കണ്ടു കാണും. ഞാൻ അതിൻ്റെ മൊത്തം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഭയങ്കര രസകരമായിട്ട് മൊത്തം അറേഞ്ച് ചെയ്ത് ഇറാൻ വെച്ചിട്ടുണ്ട്. ഇനി അതേ സ്ഥാനത്ത് തന്നെ മറ്റൊരു വീഡിയോയും കൂടെ IRGC റിലീസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഈ ആദ്യത്തെ, അതായത് ഫസ്റ്റ് 40 ഡേയ്സിലാണല്ലോ 39 ഡേയ്സിലാണല്ലോ ഈ കണ്ടിന്യൂസ്ലി വാർ നടന്നിരുന്നത്. പിന്നെ അങ്ങനെ അപ്പോഴാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഈ അത്രയും സമയം, അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ അത്രയും സമയം ഇറാൻ ഒരൊറ്റ വിദേശ നിർമ്മിത, അതായത് റഷ്യയും ചൈനയും കൊടുത്തിട്ടുള്ള ഒരു തരത്തിലുള്ള ആയുധങ്ങളും യൂസ് ചെയ്തിട്ടില്ല എന്നാണ് ഇറാൻ്റെ IRGC ഹെഡ് ഇപ്പം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു വീഡിയോ പ്രകാരം ഞങ്ങൾ 0% ആണ് അത് തൊട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ തൊട്ടിട്ടില്ല. ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത സാധനങ്ങൾ മാത്രമേ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് തന്നെ ഇനിയും കിടക്കുന്നുണ്ട് 70% മേലെ യൂസ് ചെയ്യാണ്ട് അവിടെ വെച്ചത്. ഇനി അതിൻ്റെ കൂടെ പലവട്ടം ഈ റഷ്യൻ എയർക്രാഫ്റ്റുകളും അതുപോലെ തന്നെ ചൈന എയർക്രാഫ്റ്റുകളൊക്കെ ഇറാനിൽ വന്നതിൻ്റെ റഡാർ ചിത്രങ്ങൾ ഒരുപാട് പുറത്തു വന്നിരുന്നു. അതായത് ബൾക്കി ആയിട്ട് വരുന്ന വലിയ ഈ ചരക്ക് വിമാനങ്ങൾ
അതിലൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇറാൻ അവിടെ എന്തൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ആർക്കും പുറം ലോകത്ത് ഒരു മനുഷ്യനും അറിയില്ല. ഇറാൻ്റെ IRGCക്കും ഇറാൻ്റെ ആർമിക്കും മാത്രം അറിയുന്നതാണ്. അത് കണ്ടുപിടിക്കാൻ അമേരിക്കയുടെ ഒരു മൊസാദിനും അല്ലെ CIA-ക്കും ഇസ്രായേലിൻ്റെ ഒരു മൊസാദിനും ഇതുവരെ പറ്റിയിട്ടുമില്ല. കാരണം ഇത്രയും കാലം ഈ ഉപരോധങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും സ്വന്തമായിട്ട് ഡൊമസ്റ്റിക്കലി അവരുണ്ടാക്കിയിട്ടുള്ള ടെക്നോളജിയും അവരുണ്ടാക്കിയിട്ടുള്ള ചിന്താഗതി, അവരുടെ എന്താ പറയുക റോ മെറ്റീരിയൽസ് മാത്രം, അവർ തന്നെ ഇന്റേണലി ഉൽപ്പാദിച്ചിട്ടുള്ള റോ മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള മിസൈലുകൾ നമ്മൾ ഇതുവരെ കണ്ടത്. ഇതിലൊന്നും മറ്റ് ഒരു രാജ്യങ്ങളുടെ എന്താ പറയുക റോ മെറ്റീരിയൽസ് പോലും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഈ മിസൈലുകളിലും ബാക്കിയുള്ള എല്ലാം ഓൺ പ്രൊഡക്റ്റാണ് നാം പറഞ്ഞിട്ടുള്ളത്. അതായത് അമേരിക്കക്കും ഇസ്രായേലിനും പോലും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇതുവരെ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ഒരു വാർത്തയിൽ ഈ ഒരു ഇന്റർവ്യൂവിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. വല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടോ അമേരിക്കയുടെ. ഇനി അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഫസ്റ്റ് 39 ഡേയ്സ് ഓഫ് വാർ തന്നെ ഇറാൻ IRGC ഒരു ന്യൂ സ്ട്രക്ചർ ഓഫ് ഇറാൻ്റെ ഒരു പുതിയ ഡിഫൻസ് സിസ്റ്റം തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് പുതിയൊരു ഡിഫൻസ് സിസ്റ്റം അവർ മനസ്സിലാക്കി അമേരിക്കയുടെ വിമാനങ്ങളും അതുപോലെ തന്നെ അമേരിക്കയുടെ മറ്റ് ഡ്രോണുകൾ, ഇസ്രായേലിൻ്റെ ഡ്രോണുകളൊക്കെ വരുന്നതും പോകുന്നതും അതിൻ്റെ കംപ്ലീറ്റ് മെക്കാനിസം മനസ്സിലാക്കിയിട്ട് പുതിയൊരു എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ അവർ രൂപീകരിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അതും കൂടെ താങ്ങാൻ ഈ പറഞ്ഞ അമേരിക്കക്കും അല്ലെങ്കിൽ ഇസ്രായേലിനും പറ്റുമോ എന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും. ഇറാൻ ഒറ്റക്ക് നിന്നിട്ട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ആസ് എ യുദ്ധത്തിൻ്റെ പാട്ടെടുത്ത് കഴിഞ്ഞാൽ ഇറാന്, അതായത് ഒരു ലോക നമ്പർ 1 അമേരിക്ക എന്നൊക്കെ പറഞ്ഞത്, അമേരിക്കയുടെ ഉപരോധങ്ങളും കൂടെ ഇറാന് ഇല്ലായിരുന്നെങ്കിൽ ഇറാൻ്റെ സൈനിക ശക്തി എന്തായിരിക്കും? ഏറ്റവും ഹയസ്റ്റ് അമേരിക്കയിൽ നിൽക്കുന്നത് നമുക്കറിയാം. അതിൻ്റെ താഴത്തെ ബാക്കി എല്ലാ രാജ്യങ്ങളും ഉള്ളത്, ഇവൻ നമ്മളെ ഇന്ത്യ അടക്കം. ആ അമേരിക്കക്ക് മുട്ടുകുത്തിക്കാൻ പറ്റാവുന്നില്ല. ആ ഒരു ഉപരോധം ഈ പറഞ്ഞ അമേരിക്ക ഇറാൻ്റെ മേൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇറാൻ്റെ ചിന്താഗതി, ഇറാനിലെ ആളുകളുടെ ബുദ്ധി വെച്ചിട്ട് അവന്മാർ എന്തൊക്കെ പണി തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇറാനികളെ വളർത്തരുത് എന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇത്ര നിർബന്ധം. ഏതായാലും യുദ്ധം ഞാൻ പറഞ്ഞ 2 ദിവസം കൂടെ ഉള്ളത്, ഈ 2 ദിവസത്തിനുള്ളിൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. യുദ്ധം ഒന്നിനൊരു പരിഹാരമില്ലെങ്കിലും കാര്യങ്ങൾ ഈ അവസ്ഥയിലാണ് പോകുന്നത്. നോക്കാം എന്താകും ഒക്കെ ഉള്ളത്. പിന്നെ മറ്റൊരു വീഡിയോയും കൂടെ കാണിച്ചു തരാം. ഇത് ഇന്നലെ അമേരിക്കൻ എന്താ പറയുക ഈ USS എബ്രഹാം ലിങ്കണിന് ഒരു സൈനികൻ വിട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവിടുത്തെ വാഷ്റൂമുകളുടെ അവസ്ഥകൾ കാണിച്ചുകൊണ്ട് അതിലാദ്യം പുള്ളി ഇങ്ങനെ ഈ കുളിമുറികളിലൊക്കെ ഇങ്ങനെ കയറുന്ന ഭാഗം കാണിക്കുന്നത്. പുള്ളി അതിൽ പറയുന്നുണ്ട്, ഇത് ഏറ്റവും മോശം ഭാഗമല്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതിലും വളരെ മോശമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നാവികസേനയിൽ ചേരൂ എന്നല്ലേ നിങ്ങളോട് എല്ലാവരും പറയല്ലേ, നിങ്ങൾ നാവികസേനയിലേക്ക് ചേരാൻ വേണ്ടി വരുമല്ലേ, പക്ഷെ അതിന് മുമ്പ് നിങ്ങളൊക്കെ കാണേണ്ട സാധനങ്ങളാണ്. ടോയ്ലറ്റുകളൊക്കെ കാണിക്കുന്നുണ്ട് പുള്ളി. അതായത് ടോയ്ലറ്റിൻ്റെ ഒക്കെ അവസ്ഥ തന്നെ വളരെ അബദ്ധമാണ്. കാരണം അത്രയും ദിവസങ്ങളായിട്ട് കപ്പൽ ഇങ്ങനെ കടലിൽ കിടക്കില്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ടാണ് ഈ പാവം പട്ടാളക്കാർക്ക് ഭ്രാന്താവുന്നതും പരസ്പരം വെടിവെക്കുന്നതും കടലിലൊക്കെ എടുത്ത് ചാടുന്നൊക്കെ. അപ്പോൾ അതിൻ്റെ അവസ്ഥകൾ കാണിച്ചുകൊണ്ട് അവിടുത്തെ ഒരു സൈനികൻ ഷെയർ ചെയ്തിട്ടുള്ള ഇതാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ചിത്രങ്ങളാണ് ഇപ്പം പുറത്തു വരേണ്ടത്. ഒരുവിധം പല ഇന്റർനാഷണൽ ചാനലുകൾ ഇത് എടുത്തിട്ട് അമേരിക്കനെ നല്ല രീതിക്ക് ഊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ തിരിച്ച് എബ്രഹാം ലിങ്കനെ തിരിച്ച് വിളിച്ചിട്ട് USS ജോർജ് R. ഫോർഡിനൊപ്പം അങ്ങോട്ട് വിടാം എന്നുള്ള തീരുമാനത്തിലോട്ടൊക്കെ അമേരിക്ക എത്തിയിട്ടുള്ളത്. അപ്പോൾ അമേരിക്കയുടെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ യുദ്ധങ്ങളുടെ ഭാഗങ്ങളായിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഈ അമേരിക്കയുടെ 5th ഫ്ലീറ്റിലോട്ടാണല്ലോ, ഈ ബഹ്റിനിലുള്ള 5th ഫ്ലീറ്റിലോട്ടാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പം അവിടേക്ക് പോയിട്ടുള്ള കപ്പലുകളുടെ ഒക്കെ കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട്. അവിടുന്ന് സാധനങ്ങൾ കിട്ടാണ്ട് പുറത്തോട്ട് ഓടുന്നതും അവിടെ പോയ കപ്പലുകൾ മാറി നിൽക്കുന്നതുമായിട്ടുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മാറി നിൽക്കുന്നതായിട്ടൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള ന്യൂസുകളും ഇപ്പം പുറത്തോട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകൾ പറയാനുള്ളത്. ഇറാൻ എല്ലാത്തിനും ഒരുങ്ങി തന്നെ ഇരിക്കുകയാണ്. അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഏത് രീതിയിൽ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാലും ഇറാൻ കൂട്ടായിട്ട് അടിക്കും ഇപ്രാവശ്യം എന്നാണ് സത്യത്തിൽ എല്ലാവരും കരുതുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ, യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. ബൈ.